കുട്ടിയുമായിട്ട് പുറത്തു പോകുന്നത് പലർക്കും അത്ര എളുപ്പമുള്ള കാര്യമാവാറില്ല. എവറി ചൈൽഡ് ബിഹേവ്സ് ഡിഫറെൻ്റ്ലി. ഫംഗ്ഷന് പോകുമ്പം അല്ലെങ്കിൽ മാളിൽ പോകുമ്പം എയർപോർട്ടിൽ പോകുമ്പോഴൊക്കെ കുട്ടി വീട്ടിൽ കാണിക്കുന്ന ബിഹേവിയർ ആയിരിക്കണം എന്നില്ല പുറമേ കാണിക്കുക. കുട്ടി ഓവർ എക്സൈറ്റഡ് ആയിരിക്കാം, ഓടി നടക്കാം, ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒന്നും കേട്ടില്ലെന്ന് വരാം. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കിട്ടാനായിട്ട് കരയുക, വാശി പിടിക്കുക, അല്ലെങ്കിൽ ക്രൗഡിനെ കാണുമ്പോൾ ഓവർ പേടി കാണിക്കുക, ഒന്നും സംസാരിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും കോമൺ ആയിട്ട് കാണുന്ന ബിഹേവിയേഴ്സ്. ഇവയൊക്കെ പാരൻസിന് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികളുമായിട്ട് പുറത്ത് പോകുമ്പോൾ അവർ അൺയൂഷ്വലായിട്ട് കാണിക്കുന്ന ബിഹേവിയേഴ്സിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, കുട്ടിയുമായിട്ട് പുറത്ത് പോകുന്നതിന് മുന്നേ ഒന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മളൊരു യാത്ര പോകുമ്പം കുട്ടിക്കുള്ള ക്ലോത്ത്സ്, ഫുഡ്, വാട്ടർ, മെഡിസിൻ എല്ലാം പ്രോപ്പറായിട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കും അല്ലേ? ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ കുട്ടിയെ ശരിയായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മുടെ യാത്ര എത്ര നേരത്തേക്കുള്ളതാണ്, എത്ര ദൂരം വണ്ടിയിലിരിക്കണം, വെയിറ്റിംഗ് ഉണ്ടാവോ, കുട്ടി ഇറിറ്റേറ്റ് ആവാൻ സാധ്യതയുണ്ടോ, ഇവയെല്ലാം നാം മുൻകൂട്ടി തന്നെ ചിന്തിച്ചിരിക്കണം. ഓരോ കുട്ടിയുടെയും വെയിറ്റിംഗ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു ലെവൽ കഴിഞ്ഞാൽ കുട്ടി ഇറിറ്റേറ്റഡ് ആയി തുടങ്ങും. സോ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ വെയിറ്റിംഗ് ടൈം എങ്ങനെ ഒരു പ്ലേ ടൈം ആക്കി മാറ്റാമെന്ന് നേരത്തെ തന്നെ ചിന്തിക്കുക. ആ സമയം സ്പെൻഡ് ചെയ്യാൻ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സ് കൈ കരുതുക. കളറിംഗ് ബുക്സ്, സിമ്പിൾ പസിൽസ്, സ്റ്റോറീസ്, ഇങ്ങനെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കുട്ടീനെ എൻഗേജ് ചെയ്തിരുത്താനുള്ള മെറ്റീരിയൽസ് കൈ കരുതി പോവുക. ഇനി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മൂവ്മെൻറ്റ് ബ്രേക്സ് കൊടുക്കുക. അതായത് ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് നേരം ഇരുത്താതെ ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്ത് നടക്കാനും സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ കുട്ടിയെ അനുവദിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്, നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുട്ടിയോട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ എങ്ങനെയായിരിക്കും, അവിടെ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ മാളിലോട്ട് പോവുകയാണ്. അപ്പോൾ കുട്ടിയോട് പറയുക, നമ്മൾ മാളിലോട്ട് പോവുകയാണ്, അവിടെ ഒരുപാട് പേരുണ്ടാവും, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ല് ചെയ്യാനായിട്ട് ക്യൂ നിൽക്കേണ്ടി വരും. ഇതുകൂടാതെ നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സും പറഞ്ഞു കൊടുക്കുക. അതായത് മറ്റു കുട്ടികളെ കാണുമ്പോൾ അവരോടൊപ്പം ഓടിച്ചാടി അതിൽ നടക്കരുത്, അമ്മയുടെ കയ്യിൽ തന്നെ പിടിക്കണം, അവിടെ കാണുന്ന എല്ലാ സാധനത്തിനും വേണ്ടി വാശി പിടിച്ച് കരയരുത്, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വലിച്ചു വാരി എടുക്കരുത്, അമ്മയോട് പറഞ്ഞാൽ മതി. ഇത്തരം നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ശരിയായ ബിഹേവിയേഴ്സ് എന്താണെന്നുള്ളത് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക. ഇനി മറ്റൊന്നാണ് സ്ട്രേഞ്ചർ ആൻസൈറ്റി. ചില കുട്ടികൾക്ക് സ്ട്രേഞ്ചേഴ്സിനോട് ഒരു പേടിയൊക്കെ ഉണ്ടാവാം. ഇത് തികച്ചും നോർമലാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയോട് സംസാരിക്കുന്ന എല്ലാവരോടും തിരിച്ചും കുട്ടി സംസാരിക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കാതിരിക്കുക. എല്ലാവരോടും ഹായ് പറയാനും എല്ലാവരെയും ടച്ച് ചെയ്യാനും ഒരിക്കലും നിർബന്ധിക്കരുത്. സ്ട്രേഞ്ചർ ആൻസൈറ്റി ഉള്ള ഒരു കുട്ടിയാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയുടെ കൂടെ തന്നെ നിൽക്കുക. പാരന്റ് അല്ലെങ്കിൽ അമ്മ കൂടെ ഉണ്ടെന്ന് കുട്ടീനെ റീഅഷ്യൂർ ചെയ്യുക. ഇമോഷണൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കുട്ടിക്ക് സെറ്റിൽ ചെയ്യാനുള്ള സമയം കൊടുക്കുക എന്നുള്ളത്. കുഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാമായിരിക്കാം, കഴിയുമെങ്കിൽ ഒരു ക്വയറ്റ് പ്ലേസിലേക്ക് മാറുക. പബ്ലിക് സ്കോൾഡിങ് അവോയ്ഡ് ചെയ്യുക. കുട്ടിക്ക് സെറ്റിൽ ആവാൻ വേണ്ടി ടൈം കൊടുക്കുക. പിന്നെ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് നിയർ ബൈ ചൈൽഡ് ഫ്രണ്ട്ലി ഏരിയാസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എല്ലാ സ്ഥലങ്ങളും കുട്ടികൾ കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല. സോ നമുക്ക് അന്വേഷിക്കാം നിയർ ബൈ ചൈൽഡ് ഫ്രണ്ട്ലി ഏരിയാസ് ഉണ്ടോ, പാർക്ക് ഉണ്ടോ എന്നൊക്കെ. കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എയർപോർട്ടിലാണെങ്കിൽ ഫാമിലി ലോഞ്ച് യൂസ് ചെയ്യാം. പിന്നെ പാരൻസ് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത. കുട്ടി കരയുമ്പോഴോ ടാൻട്രംസ് കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോഴൊക്കെ പാരൻസിന് വരുന്ന ഏറ്റവും വലിയ സ്ട്രെസ്സാണിത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളൊരു പാരൻ്റാണ്, പെർഫോമർ അല്ല. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. എല്ലാ ബിഹേവിയറും ബാഡ് പാരന്റിങ് മൂലം ഉണ്ടാകുന്നതല്ല. മറ്റുള്ളവരുടെ കണ്ണുകളേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കുട്ടിയുടെ കംഫോർട്ട്. സോ കാം ആയിട്ടിരിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടത് നിങ്ങളുടെ കാം പ്രസൻസ് ആണ്. പബ്ലിക് ഒപ്പീനിയൻസ് മാറിക്കൊണ്ടേയിരിക്കും, പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ നൽകുന്ന സേഫ്റ്റി അത് അവരുടെ ജീവിതകാലം മുഴുവൻ ഒപ്പം ഉണ്ടാവും.